നമസ്കാരം. എല്ലാവർക്കും അസ്ട്രോളജിക്കൽ ശ്രീരാമജയത്തിലേക്ക് സ്വാഗതം. ഞാൻ കൊല്ലം പ്രദീപ് കുമാർ. ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് നവരാത്രിയിലെ ചതുർത്ഥി തിഥിയിൽ അല്ലെങ്കിൽ 4ാമത്തെ ദിവസം നമ്മൾ ആരാധിക്കുന്ന ദേവിയെക്കുറിച്ചാണ്. ഈ ദേവിയുടെ പേര് കൂഷ്മാണ്ഡ ദേവി എന്നാണ്. ത്രിലോകങ്ങളുടെയും സർവചരാചരങ്ങളുടെയും ദേവിയായിട്ടാണ് കൂഷ്മാണ്ഡ ദേവി അറിയപ്പെടുന്നത്. ഈ ദേവിയെ ചതുർത്ഥി ദിനത്തിൽ നമ്മൾ ആരാധിച്ചാൽ നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കും, അതുപോലെ സർവ്വവിധ സന്തോഷങ്ങളും ലഭിക്കും. ആദ്യ ദിനത്തിലെ ഭാവമായ ഹിമവൽ പുത്രിയായ ശൈലപുത്രി ദേവി നാരദന്റെ വാക്ക് കേട്ട് പരമശിവനെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി തപസ്സനുഷ്ഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ദേവിയെ ബ്രഹ്മചാരിണി ദേവി എന്നറിയപ്പെടും. അതിനുശേഷം ചന്ദ്രഖണ്ഡയായിട്ട് രൂപം മാറും. എന്നിട്ട് 3ാം തൃക്കണ്ണ് കൊണ്ട് ദുരിതങ്ങളെ കംപ്ലീറ്റ് ഒഴിപ്പിക്കുക, അല്ലെങ്കിൽ ശത്രുക്കളെ കംപ്ലീറ്റ് നിഗ്രഹിക്കുക, അല്ലെങ്കിൽ 3ാം തൃക്കണ്ണ് കൊണ്ട് ലോകം മുഴുവനും ശത്രു നിഗ്രഹം നടത്തി എന്നാണ് പറയുന്നത്. അതിനുശേഷം വീണ്ടും പ്രപഞ്ച സൃഷ്ടി നടത്തുന്നതിന് വേണ്ടി കൂഷ്മാണ്ഡ എന്ന രൂപത്തിൽ ദേവി അവതരിക്കുകയാണ് എന്നതാണ് ഐതിഹ്യം. ഈ കൂഷ്മാണ്ഡ ദേവിയാണ് ഒന്നുമില്ലായ്മയിൽ നിന്നും വീണ്ടും ലോകത്തെ സൃഷ്ടിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. അണ്ട എന്ന വാക്കിന്റെ അർത്ഥം മുട്ട എന്നാണ്. കൂഷ്മാണ്ഡ എന്ന് പറഞ്ഞാൽ ചൂടുള്ള മുട്ട. കൂഷ്മാണ്ഡ എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ചെറുതായ ചൂടുള്ള മുട്ട എന്നാണ്, അല്ലെങ്കിൽ അണ്ടം എന്നൊക്കെ അർത്ഥം വരും. ഇതാണ് ജീവന്റെ ഉൽപ്പത്തിക്ക് ആധാരം. ഈ അർത്ഥത്തിലാണ് ദേവിയെ കൂഷ്മാണ്ഡ ദേവി എന്ന് വിളിക്കുന്നത്. ഈ ദേവിയെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഈ ദേവിക്ക് 8 കൈകളുണ്ട്, അഷ്ടഭുജങ്ങൾ എന്നാണ് പറയുന്നത്. ഒരു കൈയിൽ കമണ്ടലു, മറ്റൊരു കൈയിൽ വില്ല്, മറ്റൊരു കൈയിൽ അമ്പ്, മറ്റൊരു കൈയിൽ താമര, മറ്റൊരു കൈയിൽ ചക്രം, മറ്റൊരു കൈയിൽ ഗദ, മറ്റൊരു കൈയിൽ രുദ്രാക്ഷമാല, മറ്റൊരു കൈയിൽ അമൃതകുംഭം. ഇത്രയും ധരിച്ച ദേവിയാണ് കൂഷ്മാണ്ഡ ദേവി. ഈ ദേവിയെ ഈ ചതുർത്ഥി ദിവസം നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് അഷ്ടസിദ്ധികളും നവനിധികളും ലഭിക്കും എന്നാണ് പറയുന്നത്. ദേവിയുടെ മന്ത്രം ഇതാണ്: ഓം ദേവി കൂഷ്മാണ്ഡായൈ നമഃ. ഓം ദേവി കൂഷ്മാണ്ഡായൈ നമഃ. ധ്യാന ശ്ലോകം എന്നത് സുരാസമ്പൂർണ കലശം രുധിരാപ്ലുതമേവച ദദാന ഹസ്തപത്മാഭ്യാം കൂഷ്മാണ്ഡ ശുഭദാസ്തുമേ. സുരാസമ്പൂർണ കലശം രുധിരാപ്ലുതമേവച ദദാന ഹസ്തപത്മാഭ്യാം കൂഷ്മാണ്ഡ ശുഭദാസ്തുമേ. ഇതിന്റെ അർത്ഥം മനോഹരമാണ്. താമരപ്പൂ പോലെയുള്ള കൈകൊണ്ട് ചുവപ്പ് നിറത്തിലുള്ള അമൃതകുംഭം വഹിച്ചിരിക്കുന്ന ദേവി എല്ലാവിധത്തിലുള്ള അനുഗ്രഹവും നൽകണമേ എന്നാണ്. ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ചതുർത്ഥി ദിവസത്തിൽ ദേവിയെ കൂഷ്മാണ്ഡ ദേവിയുടെ രൂപത്തിൽ പ്രാർത്ഥിച്ച് അഷ്ടസിദ്ധിയും നവനിധികളും ലഭിക്കുന്ന, അല്ലെങ്കിൽ ഐശ്വര്യങ്ങളൊക്കെ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ആധ്യാത്മികവും ജ്യോതിഷപരവുമായുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമസ്കാരം. सुरासम्पूर्णकलशं रुधिराप्लुतमेव च दधाना हस्तपद्माभ्यां कूष्माण्डा शुभदास्तु मे.